أول ما نستفتح المقال بذكر حمد ربنا تعالى فالحمد لله على ما أنعم حمدا به يجلو عن القلب العمى ثم الصلاة بعد والسلام على نبي دينه الإسلام. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. الحمد لله. ഇൽമുൽ ഫറായിദിൽ ഇസ്ലാമിലെ അനന്തര സ്വത്ത് ഓഹരി വെക്കേണ്ട കണക്കിൽ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ 6 ഓഹരികളെ സംബന്ധിച്ചും അതിൻ്റെ അവകാശികളെ സംബന്ധിച്ചും കഴിഞ്ഞ ക്ലാസ്സുകളിൽ സംസാരിച്ചു കഴിഞ്ഞു. അതിനുശേഷം അസബക്കാരെന്ന് പറയുന്ന നിശ്ചിത ഓഹരി നിശ്ചയിക്കാത്തവരെ സംബന്ധിച്ചും പറഞ്ഞു. ഇൻഷാ അല്ലാഹ് ഇന്ന് പറയാൻ പോകുന്നത് ബാബുൽ ഹജ്ബ്, തടയുക എന്ന ബാബാണ്. മൊത്തത്തിൽ ഒരാൾ മരണപ്പെട്ടാൽ അദ്ദേഹത്തിൻ്റെ സ്വത്തിന് അർഹരായിട്ട് വരുന്നവർ 25 ആൾക്കാരാണ്. ആ 25 ആൾക്കാരെ നാം എണ്ണി. ആ 25 ആൾക്കാരിൽ ചില ആൾക്കാരുണ്ടാകുമ്പോൾ മറ്റു ചില ആൾക്കാർക്ക് ലഭിക്കൂല. അതിനാണ് ഹജ്ബ് എന്ന് പറയാം. അദ്ദേഹത്തിൻ്റെ മറ്റൊരാളുടെ സാന്നിധ്യം കൊണ്ട് ഇദ്ദേഹത്തിന് ആ സമ്പത്തിൻ്റെ ഓഹരി ലഭിക്കാതിരിക്കുക, അതാണ് ഹജ്ബ്. ഹജ്ബ് 2 രീതിയിലാണ്. ഒന്ന് ഹജ്ബും ബിൽ വസ്ഫ്, 2 ഹജ്ബും ബിൽ അഷ്ഖാസ്. നമ്മൾ പദ്യത്തിലുണ്ടാവില്ല, പദ്യമല്ല നോക്കുന്നത്, ആ ഓർഡറിൽ പറയണം. ഹജ്ബും ബിൽ വസ്ഫ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം പറഞ്ഞു അനന്തര സ്വത്ത് ഓഹരി ലഭിക്കുന്നത് തടയപ്പെടുന്ന 3 കാരണങ്ങൾ. ഒന്ന് റിദ്ദത്ത്, ദീൻ മാറുക. 2 ആരാണോ അനന്തരം എടുക്കുന്നത് അവനെ കൊല്ലുക, കൊലയാളിയാവുക. 2, 3 അടിമത്തം. ഈ 3 കാരണങ്ങളാൽ ഒരാൾ മറ്റൊരാളിൽ നിന്നും അനന്തരം എടുക്കുന്നത് തടയപ്പെടും. അതാണ് ഹജ്ബും ബിൽ വസ്ഫ്. ഈ 3 കാരണങ്ങളാണ്. രണ്ടാമത്തേത് ഹജ്ബും ബിൽ അഷ്ഖാസ്, വ്യക്തികളെ കൊണ്ട് തടയപ്പെടുക. അത് 2 രീതിയിലാണ്. ഒന്ന് ഇസ്തിഹാം, 2 ഇന്തിഖാൽ. ഇസ്തിഹാം എന്ന് പറയുമ്പോൾ ഒരാളാണെങ്കിൽ ധാരാളം സ്വത്ത് ലഭിക്കേണ്ടതായിരുന്നു. അവരുടെ കൂടെ മറ്റു ചില ആൾക്കാർ കൂടുമ്പോൾ സ്വത്ത് സ്വാഭാവികമായിട്ടും കുറയും. അതാണ് ഇസ്തിഹാം എന്ന് പറയുക. അപ്പോൾ നമുക്കറിയാം 2 പെൺമക്കൾ മാത്രം. നാം പഠിച്ചതനുസരിച്ച് അവരുടെ ഓഹരി അസ്സുലുസാനി, 3/2 ഓഹരി. അപ്പോൾ ആ 3/2 ഓഹരി എന്നുള്ള ഓഹരി എന്ത് ചെയ്യും? ഈ 2 പെൺമക്കൾ തുല്യമായിട്ട് വീതിച്ചെടുക്കും. ഇനി ആ 2 പെൺമക്കൾക്ക് പകരം ഒരാൾക്ക് 10 പെൺമക്കളാണെങ്കിൽ അവരുടെ ഓഹരി എത്രയാണ്? അസ്സുലുസാനി, 3/2. നേരത്തെ ഈ 3/2 ഓഹരി ആ 2 പെൺമക്കൾ തുല്യമായി വീതിച്ചെടുത്തതുപോലെ ഈ 10 പെൺമക്കളുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഈ സുലുസാനി എന്ന ഈ ഓഹരി, 3/2 ഓഹരി ആ 10 പെൺമക്കൾ തുല്യമായിട്ട് വീതിച്ചെടുക്കണം. അപ്പം ആദ്യത്തെ 2 പെൺമക്കൾക്ക് കിട്ടുന്ന സ്വത്തിനേക്കാൾ വളരെ കുറവായിരിക്കും രണ്ടാമത്തെ ഈ 10 പെൺമക്കൾക്ക് കിട്ടുന്ന സ്വത്ത്. അതാണ് ഇസ്തിഹാം എന്ന് പറയുക. കുറേ ആൾക്കാരുണ്ടാവുക, അതിൻ്റെ അടിസ്ഥാനത്തിൽ സ്വത്ത് കുറയുക, അതാണ് ഇസ്തിഹാം.
രണ്ടാമത്തത് ഇന്തിഖാൽ. ഇന്തിഖാൽ എന്നാൽ പിതാവ്. ഇന്തിഖാൽ പല രീതിയിലുണ്ട്. രണ്ട് ഓഹരി ലഭിക്കുന്ന വിഭാഗം ആൾക്കാരുണ്ട്. ഉമ്മാക്ക് രണ്ട് ഓഹരി ഉണ്ടാവും. ഒന്നുകിൽ സുലുസ് കിട്ടും, അല്ലെങ്കിൽ സുദുസ് കിട്ടും. മൂന്നിലൊരു ഓഹരി കിട്ടുന്ന അവസരങ്ങളുണ്ട്. ചില സാഹചര്യങ്ങളിൽ 6-1 കിട്ടുന്ന ഓഹരി സാധ്യതയുണ്ട്. അപ്പം മയ്യത്തിന് മക്കളുണ്ടെങ്കിൽ ഉമ്മാരുടെ ഓഹരി സുദുസാണ്, 6ആണ്, 6-1. മക്കളില്ലെങ്കിൽ 3-1. അപ്പോൾ ഈ മക്കൾ എന്നുള്ളത് ഉമ്മാനെ സംബന്ധിച്ചിടത്തോളം ഒരു ഉമ്മാരെ സ്വത്തിൻ്റെ പകുതി ഹജ്ബ് ചെയ്യുന്ന ആൾക്കാരാണ് മക്കൾ. അതാണ് ഹജ്ബ് ഇന്തിഖാൽ എന്ന് പറയും. ഈ മക്കൾ ഉണ്ടായത് കൊണ്ടാണ് സുലുസ് എന്ന ഓഹരിയിൽ നിന്നും ഉമ്മ സുദുസ് എന്ന ചെറിയ ഓഹരിയിലേക്ക് മാറിയത്. ഇന്തിഖാൽ, വലിയൊരു ഓഹരി ലഭിക്കേണ്ട ആളെന്ത് ചെയ്തു? ഈ മക്കളുടെ സാന്നിധ്യം കാരണം 6-1 ചെറിയ ഓഹരിയിലേക്ക് മാറി. അങ്ങനെ വലിയ ഓഹരിയിൽ നിന്നും ചെറിയ ഓഹരിയിലേക്ക് മാറും. ഇല്ലെങ്കിൽ വലിയ ഓഹരി ലഭിക്കേണ്ട ആളായിരിക്കും, അവരെന്ത് ചെയ്യും? അസബയിലേക്ക് മാറിയിട്ട് ചെറിയ ഓഹരി ലഭിക്കും. ഒരു മയ്യത്ത്, ആ മയ്യത്തിനൊരു ബിന്തുണ്ട്, ഒരു മകള്. നമ്മൾ ഒറ്റ മകളാണെങ്കിൽ നിസ്ഫാണ്, സ്വത്തിന് നേരെ പകുതി ആ മകൾക്ക് കിട്ടും. ആ മയ്യത്തിൻ്റെ കൂടെ ഈ മകളോടൊപ്പം 2 ആൺമക്കളുണ്ടെങ്കിൽ ഈ മകൾ എന്തായി? അസബത്തും ബിൽ ഗൈർ. ആ ആൺമക്കളോടൊപ്പം കൂടി ഈ പെണ്ണെന്ത് ചെയ്തു? ഈ മകള് അസബത്തും ബിൽ ഗൈറായി. അപ്പം നിശ്ചിത ഓഹരി ഇല്ല. അപ്പം അവിടെ വീതിക്കേണ്ടത് ലിദ്ദക്കരി മിസ്ലു ഹദ്ദിൽ ഉൻസയൈൻ. 2 ആണുങ്ങൾക്ക് തുല്യമായി, 2 പെണ്ണുങ്ങളുടെ ഓഹരിയാണ് ഒരാണിന് ലഭിക്കേണ്ടത്. അപ്പം ഈ 2 ആണുങ്ങൾക്കും കൊടുത്ത് ബാക്കി ഈ പെണ്ണിനും കൊടുക്കും. ആ അടിസ്ഥാനത്തിൽ അപ്പം എന്ത് ചെയ്യും? ഈ പെണ്ണിന് സ്വാഭാവികമായിട്ടും കുറയും. അപ്പം ഫർള് എന്ന ഒരു നിശ്ചിത ഓഹരി, അധികമായ നിശ്ചിത ഒരു ഓഹരി ലഭിക്കേണ്ടിടത്തുനിന്നും ഈ ആൺമക്കൾ ഉണ്ടായി എന്നുള്ള കാരണത്താൽ എന്ത് ചെയ്തു? ആ പെണ്ണിന് കുറവ് ലഭിച്ചു. അതും ഹജ്ബാണ്, ഹജ്ബിൻ്റെ ഒരു രീതിയാണ്. ഇന്തിഖാൽ എന്ന് പറയും. വലിയ ഓഹരി ലഭിക്കുന്നതിൽ നിന്നും ചെറിയതിലേക്ക് വന്നു. അതേപോലെ തന്നെ ചെറുത് ലഭിക്കേണ്ടിടത്ത് എന്ത് ചെയ്യും? ചില ആൾക്കാരുണ്ടാകുമ്പോൾ അധികം ലഭിക്കും. അത് ഹജ്ബ് ഇന്തിഖാൽ എന്ന് പറയും. മറ്റേത് ഇസ്തിഹാം. ഇപ്പം ഭർത്താവ് മരിച്ചു, ഭാര്യയ്ക്ക് 2 ഓഹരിയാണുള്ളത്. ഒന്നുകിൽ റുബ് അല്ലെങ്കിൽ സുമുന്. റുബ് എപ്പോഴാണ്? മയ്യത്തിന് മക്കളില്ലെങ്കിൽ റുബ്, മയ്യത്തിന് മക്കളുണ്ടെങ്കിൽ സുമുന്. ഇപ്പോൾ ഒരാൾ മരണപ്പെട്ടു, അദ്ദേഹത്തിന് 4 ഭാര്യമാരുണ്ട്, അദ്ദേഹത്തിന് മക്കളില്ല. ഇപ്പം റുബ് ആണ്. ആ റുബ് എന്ന ഒരു ഓഹരി ഈ 4 ഭാര്യമാരെന്ത് ചെയ്യണം? തുല്യമായിട്ട് വീതിക്കണം. അപ്പോൾ ഒരാൾക്ക് ഓരോ ഓഹരി ലഭിക്കും. അതേ സ്ഥാനത്ത് 2 ഭാര്യമാരുണ്ടെങ്കിലോ, 2 ഭാര്യമാരേ ഉള്ളൂ. റുബ് എന്ന ഓഹരി ഈ 2 ഭാര്യമാരാണ് തുല്യമായിട്ട് വീതിക്കേണ്ടത്. അപ്പം കുറച്ച് അധികം കിട്ടും. അതാണ് ഇസ്തിഹാം എന്ന് പറയുക. അതും ഹജ്ബിൻ്റെ ഭാഗമാണ്. പക്ഷെ അത് ഈ കണക്കുകളൊക്കെ നമ്മൾ എന്ത് ചെയ്തു? അവരുടെ ഓരോ ആൾക്കാരുടെ നിശ്ചിത ഓഹരിയും പറഞ്ഞു, അവർക്ക് ലഭിക്കേണ്ട നിബന്ധനകളും സാഹചര്യങ്ങളും പറഞ്ഞു. അവിടെ ഇതൊക്കെ നാം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഇനി അതിന് വ്യത്യസ്തമായിട്ട് ഹജ്ബ് ഹിർമാൻ എന്ന് പറയും, മൊത്തമായിട്ട് ഇല്ലാതാകുക. ഇന്തിഖാൽ എന്നാ പറയാ, മാറുക, അങ്ങോട്ടും ഇങ്ങോട്ടും മാറുക. അടുത്തത് ഹജ്ബ് ഹിർമാൻ. ഹജ്ബ് ഹിർമാൻ എന്ന് പറഞ്ഞാൽ ചില ആൾക്കാരുടെ സാന്നിധ്യം കാരണം മറ്റു ചില ആൾക്കാർക്ക് തീരെ ലഭിക്കാതിരിക്കും. അതിന് ചില കായികകളുണ്ട്. ആ കായികകളാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് പറയാൻ പോകുന്നത്. ഒന്നാമത്തേത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു മേഖലയാണിത്. കാരണം ഒരാളുടെ സ്വത്തിൽ നിന്നും അദ്ദേഹത്തിന് അവകാശമില്ല എന്ന് പറഞ്ഞ് മാറ്റി നിർത്തുകയാണ്. ഇന്ന് ആൾക്കാരുണ്ടായതിൻ്റെ പേരിൽ നിനക്ക് സ്വത്തില്ല എന്ന് പറഞ്ഞിട്ട് മാറ്റി നിർത്തുകയാണ്. അപ്പോൾ വളരെ വ്യക്തമായിട്ട് നാം മനസ്സിലാക്കണം ആ കായികകൾ
എന്തടിസ്ഥാനത്തിലാണ് അങ്ങനെ മാറ്റി നിർത്തപ്പെടുന്നത്? ഒന്നാമത്തെ ഖായിദ, അൽ ഫുറൂഉ ലാ യഹ്ജുബുഹും ഇല്ലൽ ഫുറൂഉ. നാം പറഞ്ഞു, ഒരു മയ്യത്തിനെ സംബന്ധിച്ചോളം അവൻ്റെ കുടുംബക്കാരെ 3 തരംതിരിച്ചിട്ടുണ്ട്: അൽ ഫുറൂഉ വൽ ഉസൂലു വൽ ഹവാഷി. ഫുറൂഇൽ ആരൊക്കെ പെടും? ഇബ്ന്, ഇബ്നുൽ ഇബ്ന്, താഴോട്ടങ്ങ് പോവും, ബിന്ത്. അൽ ഉസൂല് അൽ അബ് വൽ അജ്ദാദ് വൽ ഉമ്മ് വൽ ജദ്ദാത്ത്. ഉമ്മയും ഉപ്പയും, അതുപോലെ തന്നെ ഉപ്പാരുപ്പ, അങ്ങനെ പിന്നെ ഉമ്മാരുമ്മ, ഉപ്പാരുമ്മ, അങ്ങനെ പോകും. അല്ല ഹവാഷി സഹോദരന്മാർ, സഹോദരിമാർ. 3 തരത്തിലുള്ള സഹോദരന്മാരെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഒന്ന് ഉപ്പയും ഉമ്മയും ഒത്ത സഹോദരന്മാർ, ഉപ്പ മാത്രം ഒത്ത സഹോദരന്മാർ, ഉമ്മ ഒത്ത സഹോദരന്മാർ. അത് കഴിഞ്ഞ് പിന്നെ അമാമ്, അമ്മകൾ, ഉപ്പയുടെ സഹോദരന്മാർ. അവിടെ സഹോദരി ഇല്ല, അമ്മത്തില്ല. ഉപ്പയുടെ സഹോദരന്മാർ. ഉപ്പയുടെ സഹോദരന്മാർ 3 വിഭാഗമാണ്, 2 വിഭാഗം, അതും 3 വിഭാഗമാണ്. ഉപ്പയും ഉമ്മയും ഒത്ത ഉപ്പയുടെ സഹോദരൻ, ഉപ്പ മാത്രമൊത്ത ഉപ്പയുടെ സഹോദരൻ, ഉമ്മ ഒത്ത ഉപ്പയുടെ സഹോദരൻ. അമ്മു ഷഖീഖ്, അമ്മുല്യാബ്, അമ്മുല്യ ഉമ്മ, അങ്ങനെ പരിചയപ്പെടുത്തിയത്. അതുപോലെ തന്നെ അവരുടെ ആൺമക്കളും, അമ്മുൻ ഷഖീഖിൻ്റെ ആൺമക്കളും അമ്മുല്യാബിൻ്റെ ആൺമക്കളും, അമ്മുല്യ ഉമ്മിൻ്റെ ആൺമക്കളില്ല. അതേപോലെ തന്നെ സഹോദരന്മാരുടെയും അഹുൽ ഷഖീഖിൻ്റെ ആൺമക്കൾ, അഹുല്യാബിൻ്റെ ആൺമക്കൾ, അഹുല്യ ഉമ്മിൻ്റെ ആൺമക്കളില്ല. ഇവരാണ് ഹവാഷികൾ. 3 വിഭാഗം ആൾക്കാരായി: ഫുറൂഅ്, അസ്ല്, ഹവാഷി. ഒന്നാമത്തെ ഖായിദ, അൽ ഫുറൂഉ ലാ യഹ്ജുബുഹും ഇല്ലൽ ഫുറൂഉ. ഫുറൂഇനെ ഫുറൂഅ് അല്ലാതെ ഹജ്ബ് ചെയ്യൂല. ഫുറൂഇനെ ഹജ്ബ് ചെയ്യാൻ അവകാശമുള്ളത് ഫുറൂഅ് മാത്രമാണ്. അപ്പം മയ്യത്തിന് മക്കളുണ്ടെങ്കിൽ ആ മക്കളെ മറ്റാരും ഹജ്ബ് ചെയ്യൂല, ആദ്യം ആ മക്കൾക്കാ കൊടുക്കുക. അൽ ഫുറൂഉ ലാ യഹ്ജുബുഹും ഇല്ലൽ ഫുറൂഉ. ഒരു മയ്യത്ത്, ആ മയ്യത്തിന് ഒരു മകനുണ്ട്, ഒരു മകൻ്റെ മകനുണ്ട്. അപ്പം എന്ത് ചെയ്യും? മകന് ലഭിക്കും. 2 ഫുറൂ ആണല്ലോ. അപ്പം ഫുറൂഇനെ ഹജ്ബ് ചെയ്യാൻ അവകാശമുള്ള ആർക്കാണ്? ഫുറൂഇന് മാത്രമാണ്. അപ്പം ഈ മകൻ്റെ മകൻ ആരെ ഹജ്ബ് ചെയ്യും? മകൻ ഹജ്ബ് ചെയ്യും. അത് ഖായിദ പറയാം. കുല്ലു ദക, അതിൻ്റെ ആ ഖായിദയുടെ കീഴിൽ വരുന്ന 2 ഖായിദകളുണ്ട്. അഥവാ അൽ ഫുറൂഉ ലാ യഹ്ജുബുഹും ഇല്ലൽ ഫുറൂഉ. ഫുറൂഇനെ ഹജ്ബ് ചെയ്യാൻ അവകാശമുള്ളത് ഫുറൂഇന് മാത്രമാണ്. ഫുറൂഇനെ ഉസൂലും ഹജ്ബ് ചെയ്യൂല, ഹവാഷിയും ഹജ്ബ് ചെയ്യൂല. ഹജ്ബ് ചെയ്യില്ല പറഞ്ഞാൽ ഫുറൂഇൻ്റെ സമ്പത്തിൻ്റെ അവകാശം തടയൂല. ആരുണ്ടെങ്കിലും എന്ത് ചെയ്യും? ഫുറൂഇന് സമ്പത്ത് ലഭിക്കും. ഫുറൂ എന്ന് പറഞ്ഞാൽ മകന്, മകൻ്റെ മകന്, പിന്നെ മകള്. അതിൻ്റെ കീഴിൽ ഒന്നാമത്തെ ഖായിദയാണ് കുല്ലു ദകരിൻ മിനൽ ഫുറൂഇ. ഫുറൂഇൽ നിന്നുള്ള എല്ലാ ആണുങ്ങളും യഹ്ജുബു മൻ കാന അൻസല മിൻഹു ദകറൻ കാന അം ഉൻസ. കുല്ലു ദകരിൻ മിനൽ ഫുറൂഇ യഹ്ജുബു മൻ കാന അൻസല മിൻഹു ദകറൻ കാന അം ഉൻസ. ഫുറൂഇൽപ്പെട്ട ദക്കറുകൾ, ആണുങ്ങൾ, അഥവാ മകൻ, അതുപോലെ തന്നെ മകൻ്റെ മകൻ, ഇവരെന്ത് ചെയ്യും? യഹ്ജുബു, ഇവർ ഹജ്ബ് ചെയ്യും. മൻ കാന അൻസല മിൻഹു, അവരെക്കാൾ ദറജ കുറഞ്ഞ ആൾക്കാർ, മയ്യത്തുമായിട്ട് അവരെക്കാൾ അടുപ്പം കുറഞ്ഞ ആൾക്കാർ എന്ത് ചെയ്യും? അവർ ഹജ്ബ് ചെയ്യും. ഇപ്പോൾ ഒരാൾക്ക് മകനുണ്ട്, മകൻ്റെ മകനുണ്ട്, മകനുണ്ട്, പേരക്കുട്ടിയുണ്ട്. മരണപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും? ഈ മകൻ പേരക്കുട്ടിയെ ഹജ്ബ് ചെയ്യും. പേരക്കുട്ടിക്ക് ഒന്നും ലഭിക്കൂല, എല്ലാം ഈ മകനാ ലഭിക്കുക. കാരണം കുല്ലു ദക്കരിൻ മിനൽ ഫുറൂഇ, ഫുറൂഇൽ നിന്നുള്ള എല്ലാ ആണുങ്ങളും യഹ്ജുബു മൻ കാന അൻസല മിൻഹു, അവനേക്കാൾ താഴ്ന്ന രീതിയിൽ മയ്യത്തുമായിട്ട് ദൂരത്തുള്ള ആൾക്കാരെന്ത് ചെയ്യും? എല്ലാ ആണുങ്ങളും ഹജ്ബ് ചെയ്യും. അപ്പം പേരക്കുട്ടിക്ക് ലഭിക്കൂല. ഒരു മകനുണ്ട്, 2ാം 3ാം തലമുറയിലെ പേരക്കുട്ടിയുണ്ട്, അങ്ങനെ എന്ത് ചെയ്യും? ആ മകനെ ലഭിക്കൂ, പേരക്കുട്ടിയെ ഹജ്ബ് ചെയ്യും. മകനുണ്ടെങ്കിൽ പേരക്കുട്ടിക്ക് ലഭിക്കൂല. അതാണ് ഈ ഖായിദ. അതേപോലെ തന്നെ മകനുണ്ട്,
ഒരു മകനുണ്ട്, ഒരു മകൻ്റെ മകളുണ്ട്. അവിടെ എന്താണ്? ഈ മകളെ ഹജ്ബ് ചെയ്യും. മകൾക്കൊന്നും ലഭിക്കൂല. മകൻ്റെ മകൾ, പേരക്കുട്ടി, മകൾക്ക് എന്തില്ല? ലഭിക്കൂല. കാരണം അവിടെ ദക്കറും കുല്ലു ദക്കറിൻ മിനൽ ഫുറൂഇ യഹ്ജുബു മൻ കാന അൻസല മിൻഹു. അതാണ് ഖായിദ. ഫുറൂഇൽ നിന്നും ആണായിട്ടുള്ളതാണ്, അവൻ്റെ താഴെയുള്ള എല്ലാവരും എന്ത് ചെയ്യും? ഹജ്ബ് ചെയ്യും. ഇപ്പം ഒരു മകൻ ഒരാൾക്ക് ജീവിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ പേരക്കുട്ടികൾക്ക് എന്തില്ല? നോക്കേണ്ട ആവശ്യമില്ല, അങ്ങോട്ട് പോകില്ല. ആ മകൻ്റെ അടുത്ത് സ്വത്ത് നിൽക്കും. രണ്ടാമത്തെ ഖായിദ അതിൻ്റെ കീഴിൽ വരുന്ന, ഒന്നാമത്തെ ഖായിദയുടെ കീഴിൽ വരുന്ന ഖായിദ അൽ ഉൻസ മിനൽ ഫുറൂഇ ലാ തഹ്ജുബു അഹദൻ മിനൽ ഫുറൂഅ്. പെൺമക്കൾക്ക്, ഫുറൂഇൽപ്പെട്ട പെൺമക്കൾക്ക് മറ്റ് ഫർഇകളെ തടയാൻ അവകാശമില്ല. അൽ ഉൻസ മിനൽ ഫുറൂഇ ലാ തഹ്ജുബു അഹദൻ മിനൽ ഫുറൂഅ്. ഫുറൂഇൽപ്പെട്ട ആരെയും തടയാൻ ആർക്ക് അവകാശമില്ല? പെണ്ണിന് അവകാശമില്ല. ഇപ്പോൾ ഒരു മകളുണ്ട്, ഒരു മകൻ്റെ മകനുണ്ട്. മയ്യത്തിന് മകളുണ്ട്, അതോടൊപ്പം മകൻ്റെ മകനും ജീവിച്ചിരിപ്പുണ്ട്. സ്വാഭാവികമായിട്ട് നമുക്കറിയാം, ബന്ധം ആരൊക്കെയാണ് ഏറ്റവും കൂടുതൽ ബന്ധം? മകൾക്കാണ്. മകൾ ഒന്നാം ദർജയിലാണ്. മയ്യത്ത്, മകള്, ആ ദർജ കഴിഞ്ഞു മൂന്നാമത്തെ ദർജയിലാണ് ആരുള്ളത്? മകൻ്റെ മകനുള്ളത്. അപ്പോൾ ഈ മകൻ്റെ മകന് മയ്യത്തുമായിട്ട് ബന്ധം നെടുക്കൊരാളുണ്ട്, മകനുണ്ട്. മകൾക്ക് ആളില്ല. എന്നാൽ പോലും എന്തില്ല? ഈ മകൾക്ക് ഈ മകൻ്റെ മകനെ തടയാൻ അവകാശമില്ല. കാരണം ഖായിദ എന്താണ്? കുല്ലു അൽ ഉൻസ മിനൽ ഫുറൂഇ ലാ തഹ്ജുബു അഹദൻ മിനൽ ഫുറൂഅ്. ഫുറൂഇൽപ്പെട്ട പെണ്ണുങ്ങൾ മറ്റ് ഫുറൂകളെ തടയാൻ അവകാശമില്ല. നേരെ മറിച്ച് ഇത് ആണാണെങ്കിലോ, ഈ മകൻ ആണെങ്കിൽ തടയും. അപ്പോൾ ഒരാൾക്ക് ഒരു മയ്യത്ത്, ആ മയ്യത്ത് അദ്ദേഹം മരണപ്പെടുമ്പോൾ അദ്ദേഹത്തിൻ്റെ കുടുംബക്കാരിൽ ജീവിച്ചിരിപ്പുള്ളത് ഒരു മകളുണ്ട്, അതേപോലെ തന്നെ മകളുടെ മകളുണ്ട്. ഒരു മകള്, മകളുടെ മകന്, ഒരു മകൻ്റെ മകന്. എങ്ങനെ സ്വത്ത് കൊടുക്കുക? മകള്, മകളുടെ മകന്, മകൻ്റെ മകന്. മകൾക്ക് നിസ്ബ് കിട്ടും. കാരണം രണ്ട് ഖായിദയാണ്. മകൾക്ക് നിസ്ബ് കിട്ടാൻ രണ്ട് നിബന്ധന പറഞ്ഞത്. ഒന്ന് ഒറ്റക്കായിരിക്കണം, രണ്ട് മുഷാറക്കത്ത് പാടില്ല, മകൻ പാടില്ല. അപ്പം നിസ്ബ് കൊടുത്തു. അവളുണ്ടായതിൻ്റെ പേരിൽ എന്തില്ല? മകൻ്റെ മകൻ തടയപ്പെടൂല. അപ്പം ബാക്കി മകൻ്റെ മകനാരായി? അസബക്കാരനായി. ബാക്കിയുള്ള സ്വത്ത് മകൻ്റെ മകൻ കൊടുത്തു. മകളുടെ മകനോ സ്വത്തില്ല. കാരണം ഓന് വാരിസ്യങ്ങൾപ്പെട്ട ആളല്ല. 25 ആൾക്കാരിൽ ഓൻ പെട്ടൂല. ഓനുള്ളതും ഇല്ലാത്തതും എന്താണ്? നമ്മളെ സംബന്ധിച്ചോളം കണക്കാണ്, നോക്കാനില്ല. വരുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. അപ്പം അൽ ഫുറൂഉ ലാ യഹ്ജുബുഹും ഇല്ലൽ ഫുറൂ. ഫുറൂഇനെ ഹജ്ബ് ചെയ്യാൻ അവകാശമുള്ളത് ഫുറൂഇന് മാത്രമാണ് എന്ന മെയിൻ ഹെഡിങ്ങിൻ്റെ കീഴിൽ രണ്ട് ഖായിദ പറഞ്ഞു. കുല്ലു ദക്കറിൻ മിനൽ ഫുറൂഇ യഹ്ജുബു മൻ കാന അൻസല മിൻഹു ദക്കറൻ കാന അം ഉൻസ. ഫുറൂഇൽപ്പെട്ട ആണ് അവൻ്റെ കീഴിൽ വരുന്ന ആണിനെയും പെണ്ണിനെയും ഹജ്ബ് ചെയ്യും. മകൻ അല്ലെങ്കിൽ ഒരു മകൻ്റെ മകൻ, ഒന്നാം തലമുറയിലുള്ള മകൻ്റെ മകൻ, മൂന്നാം തലമുറയിലുള്ള മകൻ്റെ മകനെയും മകൻ്റെ മകളെയും എന്ത് ചെയ്യും? ഹജ്ബ് ചെയ്യും. ഇപ്പോൾ ഒന്നാം തലമുറയുള്ള പേരക്കുട്ടി, അതായത് ഒരു മയ്യത്തിൻ്റെ മകൻ്റെ മകൻ, ഓൻ ജീവിച്ചിരിപ്പുണ്ട്. അതേപോലെ തന്നെ മയ്യത്തിൻ്റെ മകൻ്റെ മകൻ്റെ മകനും ജീവിച്ചിരിപ്പുണ്ട്. ആ മൂന്നാം തലമുറയുള്ള മകൻ എന്ത് ചെയ്യും? ഈ ഒന്നാം തലമുറയിലുള്ള പേരക്കുട്ടി എന്ത് ചെയ്യും? ഹജ്ബ് ചെയ്യും. കാരണം അവനേക്കാൾ താഴ്ന്ന ദർജയിലുള്ള ആളാണ്. അതുപോലെ തന്നെ അവിടെ പെണ്ണാണെങ്കിലും ആണാണെങ്കിലും എന്ത് ചെയ്യും? ഇവൻ ഹജ്ബ് ചെയ്യും. രണ്ടാമത്തെ ഖായിദ അൽ ഉൻസ മിനൽ ഫുറൂഇ ലാ തഹ്ജുബു അഹദൻ മിനൽ ഫുറൂ. ഫുറൂഇൽപ്പെട്ട പെണ്ണുങ്ങൾ എന്തില്ല? മറ്റ് ഫുറൂകൾ ഒരിക്കലും ഹജ്ബ് ചെയ്യൂല. ഇപ്പോൾ ഒരു മകളുണ്ട് മയ്യത്തിന്, 10ാം തലമുറയിലുള്ള ഒരു മകൻ്റെ മകളുണ്ട്. രണ്ടാക്കുന്നുണ്ട് അവകാശമുണ്ട്, രണ്ടാൾക്കും അവകാശമുണ്ട്. ഇവൾക്ക് എന്ത് ചെയ്യും? നിസ്ഫ്. ഓക്കോ എത്ര കിട്ടും? സുദുസ് കിട്ടും. മകളുണ്ടെങ്കിൽ പറഞ്ഞല്ലോ, നിസ്ഫ് കിട്ടുന്ന മകളുണ്ടെങ്കിൽ മകൻ്റെ മകൾക്ക് എത്രയാണ്? സുദുസ്. തക്മിലത്തു സുലുസൈൻ എന്ന അടിസ്ഥാനത്തിൽ സുദുസ് ലഭിക്കും. ഒരു മകളുണ്ട്, അവൾ തന്നെ മയ്യത്തിന് 10ാം തലമുറയിലുള്ള മകൻ്റെ മകളുണ്ട്. ആ മകൾക്ക് സുദുസ്, ഈ മകൾക്ക്
നിസ്ഫ്. കാരണം ഈ മകൾ എന്ത് ചെയ്യില്ല, പെണ്ണായതിൻ്റെ പേരിൽ ഫുറൂയിൽപ്പെട്ട ആരെയും ഹജ്ബ് ചെയ്യാനുള്ള അവകാശം ഈ പെണ്ണിനില്ല. ഇതാണ് 2 കായിദ, ഫുറൂയിൽപ്പെട്ട 2 കായിദ. ഈ കായിദ പഠിച്ചാൽ എന്ത് ചെയ്യും, നമുക്ക് കണക്ക് എളുപ്പമായി. ഇപ്പോൾ ഫുറൂവിൻ്റെ വിഷയം ക്ലിയറായി, മക്കളുടെ വിഷയം. 2ാമത്തെ കായിദ അസ്ലിനെ സംബന്ധിച്ചാണ്. അസ്ലി എന്ന് പറഞ്ഞാൽ നമ്മുടെ പിതാവ്, ഉപ്പ, ഉമ്മ, പിതാവിൻ്റെ പിതാവ്, അത് മുകളിലോട്ട് പോവും. പിതാവിൻ്റെ ഉമ്മ, അത് മുകളിലോട്ട് പോവും. പിന്നെ ഉമ്മ, ഉമ്മാരുമ്മ, ഉമ്മാരുമ്മ മുകളിലോട്ട് പോവും. ഉമ്മാരുപ്പയോ, ഉമ്മാരുപ്പക്ക് എത്ര കിട്ടുക? ഉമ്മാരുപ്പാക്കുന്നില്ല, സ്വത്തില്ല. ഉമ്മാരുപ്പ ജദ്ദുൻ ഫാസിദ്. എന്താണ്? സ്വത്ത് കിട്ടേണ്ട 25 ആൾക്കാരിൽ ഉമ്മാരുപ്പ പെടൂല. ഉമ്മാരുപ്പാക്ക് എന്തില്ല? സ്വത്തില്ല. അത് കിട്ടാൻ കാരണം പക്ഷെ അത് വേറെ കായിദ വരുന്നുണ്ട്, പറയാൻ നേരം. അൽ ഉസൂലു കായിദ, 2ാമത്തെ കായിദ, ഉസൂലുമായി ബന്ധപ്പെട്ട കായിദ. അൽ ഉസൂലു ലാ യഹ്ജുബുഹും ഇല്ലൽ ഉസൂൽ. ഫറഇനെ പോലെ തന്നെയാണ് ഉസൂലു. അൽ ഉസൂലു ലാ യഹ്ജുബുഹും ഇല്ലൽ ഉസൂൽ. ഉസൂലിനെ ഹജ്ബ് ചെയ്യാൻ ഉസൂലിനല്ലാതെ അവകാശമില്ല. ഉസൂൽ എന്ന് പറഞ്ഞാൽ ഈ 3 നമ്മുടെ മനസ്സിൽ വരണം. ഉമ്മ, ഉമ്മാരുമ്മ, ഉപ്പ, ഉപ്പാരുപ്പ, ഉപ്പാരുമ്മ, 3 വിഭാഗം ആൾക്കാർ. അൽ ഉസൂലു ലാ യഹ്ജുബുഹും ഇല്ലൽ ഉസൂൽ. ഉസൂലിനെ ഹജ്ബ് ചെയ്യുക ഉസൂല് മാത്രമാണ്. മകൻ ഉണ്ടായതിൻ്റെ പേരിൽ ഉപ്പാക്ക് കിട്ടാണ്ടിക്കോ? ഇല്ല. മകൻ ഫുറൂ മകനല്ലേ, മകൻ ഉണ്ടായതിൻ്റെ പേരിൽ 10ാം തലമുറയിലുള്ള ഉപ്പാക്ക് കിട്ടാണ്ടിക്കൂല. ഒരു മയ്യത്തിന് മകൻ ഉണ്ടായതിൻ്റെ പേരിൽ 10ാം തലമുറയിലുള്ള ഉമ്മമാക്ക് ലഭിക്കാതിരിക്കൂല, ജദ്ദത്തിന് ലഭിക്കാതിരിക്കൂല. കാരണം അൽ ഉസൂലു ലാ യഹ്ജുബുഹും ഇല്ലൽ ഉസൂൽ. ഉസൂലിനെ ഹജ്ബ് ചെയ്യാൻ അവകാശം ഉസൂലിന് മാത്രമാണ്. അതിൻ്റെ കീഴിലും 2 കായിദകൾ വരുന്നുണ്ട്, നോക്കാം ഇൻഷാ അല്ലാഹ്. ഒന്ന്, ദുകൂറുൽ ഉസൂലി ലാ യഹ്ജുബുഹും ഇല്ലാ ദുകൂറുൽ ഉസൂൽ. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഫുറൂവിനെ പോലെ തന്നെയാണ്, പവറുള്ള സാധനങ്ങളാണ് ഉസൂലുകൾ. അൽ ഉസൂലു ലാ യഹ്ജുബുഹും ഇല്ലാ ദുകൂറുൽ ഉസൂൽ. ദുകൂറുൽ ഉസൂലി, ഉസൂലിൽപ്പെട്ട ആണുങ്ങൾ, ലാ യഹ്ജുബുഹും അവരെ ഹജ്ബ് ചെയ്യൂല, ഇല്ലാ ദുകൂറുൽ ഉസൂലി, ഉസൂലിൽപ്പെട്ട ആണുങ്ങളല്ലാതെ. ഉപ്പാനെ ഹജ്ബ് ചെയ്യാൻ ആര് വേണം? അല്ല, ഉപ്പാൻ ആരും ഹജ്ബ് ചെയ്യൂല. ഇനി ജദ്ദിനെ ഹജ്ബ് ചെയ്യാൻ അവകാശം ആർക്ക് മാത്രമാണ്? ഉപ്പാക്കാണ്. അതേപോലെ തന്നെ മയ്യത്തുമായിട്ട് അടുത്ത മറ്റൊരു ജദ്ദിനാണ്. ഇപ്പോൾ ഒരാൾ മരണപ്പെട്ടു, അദ്ദേഹത്തിന് ആരൊക്കെ ഉണ്ട്? ഉപ്പാരുപ്പയുണ്ട്, ആ ഉപ്പാരുപ്പയുണ്ട്, 2 ജദ്ദുണ്ട്. ഇപ്പോൾ ഒക്കെ സ്വാഭാവികമാണ് അങ്ങനെ ഉണ്ടാവില്ല. 2 ജദ്ദുണ്ട് ഒരാൾക്ക്. ഒരാൾ മരണപ്പെട്ടു, അദ്ദേഹത്തിന് ഉപ്പയും ജീവിച്ചിരിപ്പുണ്ട്, അദ്ദേഹത്തിന് ഉപ്പയും ജീവിച്ചിരിപ്പുണ്ട്, അദ്ദേഹത്തിന് ഉപ്പ ജീവിച്ചിരിപ്പില്ല. അങ്ങനെയുള്ള ആർക്ക് ലഭിക്കും? ആദ്യത്തെ ജദ്ദിന് ലഭിക്കും. കാരണം അദ്ദേഹത്തിനാണ് ബന്ധം കൂടുതൽ. അദ്ദേഹത്തിന് ഈ മയ്യത്തുമായിട്ട് ഒരാളുടെ ബന്ധമേ ഉള്ളൂ, ആ ഉപ്പാരുടെ ബന്ധം മാത്രമേ ഉള്ളൂ. മറ്റാൾക്ക് എന്തുണ്ട്? 2 ആൾക്കാരുടെ ബന്ധമുണ്ട്. മയ്യത്തിൻ്റെ ഉപ്പ, 1ാമത്തെ ജദ്ദ്, 2ാമത്തെ ജദ്ദ്. ഈ 1ാമത്തെ ജദ്ദിന് മയ്യത്തുമായിട്ടുള്ള ബന്ധം ഈ ഉപ്പ മാത്രമാണ്. ആ ഉപ്പയില്ല. അപ്പോൾ എന്ത്? ഉപ്പാരുടെ സ്ഥാനത്തേക്ക് ഈ ജദ്ദ് വന്നു. മറ്റേ ജദ്ദ് എന്താണ്? ഹജ്ബ് ചെയ്തു. കാരണം ഈ ജദ്ദ് 2ാമത്തെ ജദ്ദിനെ ഹജ്ബ് ചെയ്തു. അപ്പോൾ ആ 2ാമത്തെ ജദ്ദിന് എന്തില്ല? സ്വത്തില്ല. കാരണം 1ാമത്തെ ജദ്ദ് എടുത്തു. ദുകൂറുൽ ഉസൂലി ലാ യഹ്ജുബുഹും ഇല്ലാ ദുകൂറുൽ ഉസൂൽ. ഉസൂലിൽപ്പെട്ട ദുകൂറിനെ ഹജ്ബ് ചെയ്യാൻ ദുകൂറിന് മാത്രമേ കഴിയൂ, വേറെ ആർക്കും ഹജ്ബ് ചെയ്യാൻ പറ്റൂല. 2ാമത്തത് ഇനാസുൽ ഉസൂലി ലാ യഹ്ജുബുഹുന്ന ഇല്ലാ ഇനാസുൽ ഉസൂൽ. ഉസൂലിൻ്റെ പവറാണ്. നമ്മുടെ അസലുണ്ടല്ലോ, അസലിൻ്റെ പവറാണ്. നമ്മുടെ അസലിനെ മറ്റാർക്കും ഹജ്ബ് ചെയ്യാൻ പറ്റില്ല. നമ്മുടെ ഫറഇന് പോലും അവരെ ഹജ്ബ് ചെയ്യാൻ പറ്റൂല. കാരണം നമ്മുടെ ഉപ്പാനെ എന്ത് ചെയ്യില്ല? നമ്മളെ മകനെ ഹജ്ബ് ചെയ്യൂല, നമ്മളെ മകന് ഹജ്ബ് ചെയ്യൂല. അതുപോലെ നമ്മുടെ മകൻ്റെ മകന് എത്ര അങ്ങോട്ട് പോയാലും നമ്മൾ ഉപ്പാനെ അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമ്മുടെ സ്വത്ത് ഉപ്പാക്ക് കിട്ടിയിരിക്കും. അപ്പോൾ അതുപോലെ തന്നെ പെണ്ണുങ്ങളും അൽ ഇനാസു മിനൽ ഉസൂലി ലാ യഹ്ജുബുഹുന്ന ഇല്ലാ ഇനാസുൽ ഉസൂൽ. നമ്മുടെ ഉമ്മാരെ ഉമ്മയുണ്ട്, അതേപോലെ തന്നെ ഉപ്പാരെ ഉമ്മയുണ്ട്. 2 ആളും സ്വത്തിന് അവകാശികളാണ്. സ്വത്ത് എന്ത് ചെയ്യും? ജദ്ദിന് എത്ര? ജദ്ദിൻ്റെ ഓഹരി
സുദുസ്. ജദ്ദിൻ്റെ ഓഹരി സുദുസ്. കിട്ടാനുള്ള ഇത് ഉമ്മയില്ലാതിരിക്കണം. ഉമ്മയില്ലെങ്കിലാണ് ജദ്ദത്തിന് കിട്ടുക. അപ്പോൾ ഉമ്മാരുമ്മയുണ്ട്, അതുപോലെ തന്നെ ഉപ്പാരൊപ്പം ജീവിച്ചിരിപ്പുണ്ട്. സുദുസ് എന്ന ഓഹരി എന്ത് ചെയ്യണം? അവർ തുല്യമായിട്ട് വീതിച്ചെടുക്കണം. ഇനി ഉമ്മാരുമ്മ ജീവിച്ചിരിപ്പുണ്ട്, ഉമ്മാരുമ്മയും ജീവിച്ചിരിപ്പുണ്ട്, മൂന്നാം തലമുറയായി. പണ്ഡിതന്മാർക്ക് ഇഖ്തിലാഫായ രണ്ടാമത്തെ വിഷയമാണിത്. ഒന്നാമത്തെ വിഷയം പറഞ്ഞു മസ്അലത്തുൽ ഖറാവൈൻ, ഇഖ്തിലാഫുള്ള. രണ്ടാമത്തെ വിഷയം ഈ ജദ്ദിൻ്റെ വിഷയത്തിലാണ്. ചില ആൾക്കാർ പറഞ്ഞു ഉമ്മാര ഖരീബിന് കിട്ടും, ഉപ്പാര ബഈദിന് കിട്ടൂല. എന്നുവെച്ചാൽ ഉമ്മാര ഖരീബ് എന്ന് പറഞ്ഞാൽ ഉമ്മാര ഒന്നാമത്തെ തലമുറ ജദ്ദത്ത്, ഉപ്പാര രണ്ടാമത്തെ തലമുറ ജദ്ദത്തും വന്നാൽ ഉപ്പാര ജദ്ദത്തിന് എന്തെയില്ല ലഭിക്കൂല. കാരണം അവർ കുറേ ദൂരത്ത് പോയി, ഉമ്മാര ഖരീബിന് ലഭിക്കും. അതേപോലെ തന്നെ ഉമ്മാര രണ്ടാമത്തെ തലമുറ, ഉപ്പാര ഒന്നാമത്തെ തലമുറ എന്നാൽ എന്ത് ചെയ്യും? ഉമ്മാര ബഈദിന് ലഭിക്കും. ഇഖ്തിലാഫുണ്ട്. അപ്പം പണ്ഡിതന്മാർക്കുടെ ഇഖ്തിലാഫിലായ രണ്ടാമത്തെ മസ്അലയാണ് ഇത്. അപ്പം ഇതുവരെ ക്ലാസ് എടുക്കാതെ നോക്കി രണ്ടാമത്തെ ഇഖ്തിലാഫാണ് ഇതിൽ വന്നത്. ഉമ്മറദാന്ന് വെച്ചാൽ ഉമ്മ, ഉപ്പ, സൗജ്, അല്ലെങ്കിൽ ഉമ്മ, ഉപ്പ, സൗജത്ത്, ഈ മൂന്നാൾക്കാർ വന്നാൽ ഉമ്മാക്ക് സുലുസുൽ ബാക്കി കൊടുക്കണം എന്നുള്ള മസ്അലയാണ് ഇഖ്തിലാഫിലായത്. മസ്അലത്തുൽ ജദ്ദാത്ത്, ജദ്ദാത്തിൻ്റെ മസ്അല എന്ന് പറയാം, ഇഖ്തിലാഫുള്ള മസ്അല. പല 4 മദ്ഹബിനും 4 അഭിപ്രായങ്ങളാണ് ഇതിലുള്ളത്. പക്ഷെ അത് വേറെ തന്നെ ബാബായിട്ട് വരുന്നുണ്ട്. എല്ലാ ഫറായിദിൻ്റെ കിതാബുകളിലും വേറെ തന്നെ ബാബായിട്ടുണ്ട്, മീറാസുൽ ജദ്ദാത്ത് പഠിപ്പിക്കുന്നുണ്ട്. പക്ഷെ അത് അവിടെ എത്തുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അത് അതിൻ്റെ രീതിയിൽ പറയാം. അപ്പോൾ ഇനാസുൽ ഉസൂലി ലാ യഹ്ജുബുഹുന്ന ഇല്ലാ ഇനാസുൽ ഉസൂൽ, നമ്മുടെ ഉസൂലിൽപ്പെട്ട പെണ്ണുങ്ങളെ ഹജ്ബ് ചെയ്യാൻ അവകാശം ഉസൂലിൽപ്പെട്ട മറ്റ് പെണ്ണുങ്ങൾക്ക് മാത്രമാണ്. അഥവാ ഉസൂലിനെ പുറത്തുള്ള ആരും ഹജ്ബ് ചെയ്യൂല. ഉസൂലിനെ ആണായാലും പെണ്ണായാലും ഫുറൂഇൽപ്പെട്ട ആണോ പെണ്ണോ അല്ലെങ്കിൽ ഹവാശിപ്പെട്ട ആണോ പെണ്ണോ ഹജ്ബ് ചെയ്യൂല. അവർക്ക് എന്ത് ചെയ്യും? നിർബന്ധമായിട്ട് നമ്മുടെ സ്വത്ത് കിട്ടിയിരിക്കും. ഉമ്മാക്കുപ്പാക്കും നമ്മുടെ സ്വത്ത് കിട്ടിയിരിക്കും. മൂന്നാമത്തെ കായിക അൽ ഹവാഷി, ഹവാഷിയുമായി ബന്ധപ്പെട്ട കായികകളാണ്. ഇവിടെ ഒന്ന് വേണം പ്രത്യേകം ശ്രദ്ധിക്കണം. കുറേ ആൾക്കാർ വരുന്നുണ്ട്, പല രീതിയിലും മയത്തുമായി ബന്ധപ്പെടുന്ന ആൾക്കാർ ഇതിൽ വരുന്നുണ്ട്. അൽ ഹവാഷി യഹ്ജുബുഹും അൽ ഫുറൂഉ വൽ ഹുസൂൽ വൽ ഉസൂലു വൽ ഹവാഷി. ഹവാഷിനെ ഹജ്ബ് ചെയ്യാൻ അവകാശം ഫുറൂഇനും ഉണ്ട്, ഉസൂലിനും ഉണ്ട്, മറ്റ് ഹവാഷികൾക്കുണ്ട്. ഇപ്പോൾ 3 വിഭാഗം ആൾക്കാരും ഹജ്ബ് ചെയ്യുന്ന ഒരു വിഭാഗമാണ് ഹവാഷിപ്പെട്ട ആൾക്കാർ. ഹവാഷിയിൽപ്പെട്ട ആൾക്കാരെ ഉസൂലും ഹജ്ബ് ചെയ്യും, ഫുറൂവും ഹജ്ബ് ചെയ്യും, മറ്റ് ഹവാഷികൾ എന്ത് ചെയ്യും? ഹജ്ബ് ചെയ്യും. അതിൻ്റെ കീഴിൽ കുറച്ച് കായികകളുണ്ട്, അതൊന്ന് വായിക്കാം. കുല്ലു ദക്കരിൻ മിനൽ ഫുറൂഇ യഹ്ജുബുൽ ഹവാഷി ജമീഅൻ. കുല്ലു ദക്കരിൻ മിനൽ ഫുറൂഇ, ഫുറൂഇൽ നിന്നുള്ള ആണുങ്ങൾ അഥവാ മകൻ, മകൻ്റെ മകൻ, ഇങ്ങനെ പോവും എത്ര തലമുറയാണെങ്കിലും. അപ്പം കുല്ലു ദക്കരിൻ മിനൽ ഫുറൂഇ, ഫുറൂഇൽ നിന്നുള്ള എല്ലാ ആണുങ്ങളും യഹ്ജുബുൽ ഹവാഷി, ഹവാഷീനെ ഹജ്ബ് ചെയ്യും, ജമീഅൻ, എല്ലാ ഹവാഷീനും ഹജ്ബ് ചെയ്യും. അപ്പം നമ്മുടെ മസ്അലയിൽ ഒരാണ് വന്നാൽ, ഒരു മകൻ വന്നാൽ പിന്നെ ഹവാഷിയിലേക്ക് തിരിഞ്ഞ് നോക്കേണ്ട ആവശ്യമില്ല. ഹവാഷിന് എന്ത് ചെയ്യും? എല്ലാവരെയും ഹജ്ബ് ചെയ്തു. ആരൊക്കെ? നമ്മുടെ ഷഖീഖ്, അഖുല്ലി അബ്, അതുപോലെ തന്നെ ഉഖ്തുല്ലി അബ്, ഷഖീഖത്ത്, അവരുടെ മക്കൾ, പിന്നെ അമ്മിൻ്റെ മക്കൾ, എല്ലാവരും എന്ത് ചെയ്തു? ആ ദക്കർ ഹജ്ബ് ചെയ്തു. കുല്ലു ദക്കരിൻ മിനൽ ഫുറൂഇ യഹ്ജുബുൽ ഹവാഷി ജമീഅൻ. ഒരാൾക്കൊരു ആണ് മക്കളുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ സ്വത്ത് അദ്ദേഹത്തിൻ്റെ ഉപ്പാക്കും ഉമ്മാക്കും അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കും പോകും. പിന്നെ ബാക്കിയുള്ളത് ആ മകനാണ്, വേറെ ആർക്കും പോകില്ല. അതാണ് ഒന്നാമത്തെ ഖായിദ. കുല്ലു ദക്കരിൻ മിനൽ ഫുറൂഇ യഹ്ജുബുൽ ഹവാഷി ജമീഅൻ. രണ്ടാമത്തത്
അൽ ഉൻസ മിനൽ ഫുറൂഇ ലാ തഹ്ജുബു മിനൽ ഹവാശി ഗൈറ ഔലാദിൽ ഉമ്മ. ഫുറൂഇൽപ്പെട്ട ആണുങ്ങൾ എന്ത് ചെയ്യും? എല്ലാ ഹവാഷിനും ഹജ്ബ് ചെയ്യും. ഫുറൂഇൽപ്പെട്ട പെണ്ണുങ്ങൾ ഹവാശിപ്പെട്ട ആരെയും ഹജ്ബ് ചെയ്യൂല, ഇല്ല ഔലാദുൽ ഉമ്മ. അഖുല്ലി ഉമ്മ, ഉഖ്തുല്ലി ഉമ്മ, ഈ ഒരു വിഭാഗം ആൾക്കാരെന്ത് ചെയ്യും? ഹജ്ബ് ചെയ്യും. വേറെ ആരും ഹജ്ബ് ചെയ്യൂല. ഇപ്പോൾ ഒരു മയ്യത്ത്, ആ മയ്യത്തിന് ഒരു ബിന്തുണ്ട്, അതുപോലെ തന്നെ ഒരു അഖുൻ ഷഖീഖ് ഉണ്ട്, അതുപോലെ തന്നെ ഒരു ഉഖ്തും മിനൽ ഉമ്മുണ്ട്, അല്ലെങ്കിൽ അഖും മിനൽ ഉമ്മുണ്ട്. ബിന്തിന് നിസ്ഫ് കിട്ടും. അഖുൻ ഷഖീഖ് അസബാണ്, ബാക്കി സ്വത്ത് എനിക്ക് കിട്ടും. അഖുല്ലുമിന് എന്തില്ല, കിട്ടൂല. കാരണം ഫുറൂഇൽ ഇനാസ് ഉണ്ട്. ഇപ്പം ഫുറൂഉൽ ഇനാസിന് ഇനാസുൽ ഫുറൂഇൽപ്പെട്ട ഇനാസുകൾ, ഫുറൂഇൽപ്പെട്ട പെണ്ണുങ്ങൾ, ആ പെണ്ണുങ്ങൾ ആരും ഹജ്ബ് ചെയ്യാൻ അവകാശമില്ല. ഉമ്മയത്തെ സഹോദരന്മാർ മാത്രം ഹജ്ബ് ചെയ്യും. പ്രത്യേകം ഓർമ്മ നിൽക്കേണ്ട കായികയാണ്. ഫുറൂഇൽപ്പെട്ട പെണ്ണുങ്ങൾ ഉമ്മ മാത്രമൊത്ത സഹോദരന്മാരെ മാത്രമേ ഹജ്ബ് ചെയ്യൂല, വേറെ ആരും ഹജ്ബ് ചെയ്യൂല. ആണുങ്ങളോ എല്ലാവരും ഹജ്ബ് ചെയ്യും, ഹവാശിപ്പെട്ട എല്ലാവരും ഹജ്ബ് ചെയ്യും. മൂന്നാമത്തെ ഖായിദ, കുല്ലു ദക്കറിൻ മിനൽ ഉസൂലി യഹ്ജുബുൽ ഹവാശി ജമീഅൻ. കുല്ലു ദക്കറിൻ മിനൽ ഉസൂലി യഹ്ജുബുൽ ഹവാശി ജമീഅൻ. ഫുറൂഇൽ പറഞ്ഞതുപോലെ തന്നെ ഉസൂലിൽപ്പെട്ട ദക്കർ, ഉസൂലിൽപ്പെട്ട ആണുങ്ങൾ, ഉപ്പ, നമ്മുടെ ഉപ്പപ്പ, അങ്ങനെ പോകും. അവർ യഹ്ജുബുൽ ഹവാശി ജമീഅൻ, എല്ലാ ഹവാഷിനെയും ഹജ്ബ് ചെയ്യും. ഇവിടെ എന്തുണ്ട്? ഇവിടെയും ഇഖ്തിലാഫുണ്ട്. അപ്പം മൂന്നാമത്തെ ഇഖ്തിലാഫിലായി. ഇന്ന് 8ാമത്തെ ക്ലാസ്സാണ്, നമ്മുടെ 8ാമത്തെ ഇരുത്താണിത്. ഈ 8ാമത്തെ ഹൽക്കയിലാണ് ഇഖ്തിലാഫുകൾ വരുന്നത്. ഇതുവരെ ഇഖ്തിലാഫ് വന്നിട്ടില്ല, വളരെ കുറവാണ് ഇഖ്തിലാഫ്. അപ്പം ഉസൂലിൽപ്പെട്ട ആണുങ്ങൾ എല്ലാ ഹവാഷിനെയും ഹജ്ബ് ചെയ്യും. ഇതിൽ ഇഖ്തിലാഫായി. ഇതിലൊരു വിഭാഗം ആൾക്കാർ പറഞ്ഞു, നമ്മുടെ ഉസൂൽ ദുക്കൂറുൽ ഉസൽ ആരാണ്? ഒന്ന് ഉപ്പ. ഉപ്പാരുടെ വിഷയത്തിൽ ആർക്കും ഇഖ്തിലാഫില്ല. ഉപ്പ ഉണ്ടെങ്കിൽ ഹവാഷിക്ക് ആർക്കും ലഭിക്കൂല. പിന്നെ ഒന്നത് ജദ്ദാണ്. ഉപ്പ ഇല്ലെങ്കിൽ ആരാണ്? ജദ്ദാണ്, ഉപ്പാരുപ്പ. ഉപ്പാരുടെ വിഷയത്തിലും ഇഖ്തിലാഫാണ്. ഉപ്പാരുടെ വിഷയത്തിലാണ് ഇഖ്തിലാഫ്. ഉപ്പ എല്ലാ ഹവാഷിനും ഹജ്ബ് ചെയ്യോ ഇല്ലോ എന്നുള്ളതിൽ ഇഖ്തിലാഫായി. ഒരു വിഭാഗം വേണ്ടത് പറഞ്ഞാൽ ഹജ്ബ് ചെയ്യും. ഉപ്പ ഇല്ലെങ്കിൽ ഉപ്പാരുടെ സ്ഥാനത്ത് ആര് വരും? ജദ് വരും, ഉപ്പാരുപ്പ. അപ്പോൾ ഉപ്പ എന്തൊക്കെ പണി ചെയ്യോ അതൊക്കെ ആര് ചെയ്യും? ഉപ്പാരുപ്പയും ചെയ്യും. ഉപ്പ എല്ലാ ഹവാഷിനും ഹജ്ബ് ചെയ്യും. അപ്പോൾ ആ ഉപ്പാരുടെ സ്ഥാനത്ത് വന്ന ജദ് എന്ത് ചെയ്യും? എല്ലാ ഹവാഷികളെയും ഹജ്ബ് ചെയ്യുന്ന ഒരു വിഭാഗം പണ്ഡിതന്മാർ. മറുവിഭാഗം പറഞ്ഞു, ഉപ്പാരുടെ സ്ഥാനത്ത് വന്ന ആ ജദ് ഹവാഷിനെ ഹജ്ബ് ചെയ്യൂല. അദ്ദേഹത്തെ ഹവാഷിയിൽപ്പെട്ട ഒരാളായിട്ട് എന്ത് ചെയ്യും? അദ്ദേഹത്തെ കണക്കാക്കും. അത് ഇഖ്തിലാഫാൻ കാരണം, ഇപ്പം ഒരാൾ മരണപ്പെട്ടു, അദ്ദേഹത്തിന് ഉപ്പയില്ല, ഉപ്പയുമില്ല, അതുപോലെ തന്നെ ഫുറൂഉം ഇല്ല. ഉപ്പ ഇല്ലെങ്കിൽ ഉപ്പാരുടെ സ്ഥാനത്ത് ആര് വന്നു? ജദ് വന്നു. ജദ്ദും ഈ മയ്യത്തും തമ്മിലുള്ള ബന്ധം, ഇടയിൽ ഒരാളുണ്ട് അല്ലേ? മയ്യത്ത്, ഉപ്പ, ഉപ്പാരുപ്പ. അപ്പോൾ ഈ ഉപ്പാരുപ്പാക്ക് മയ്യത്തുമായിട്ടുള്ള ബന്ധം ജദ്ദാണ് അല്ലേ? അപ്പം ഒരു ദറജ അപ്പുറാണുള്ളത് ഉപ്പാരുപ്പ. അതുപോലെ തന്നെ ആ മയ്യത്തിന് സഹോദരന്മാരുണ്ട്. മയ്യത്തിൻ്റെ സഹോദരന്മാർക്ക് മയ്യത്തുമായിട്ടുള്ള ബന്ധം ആരിലൂടെയാണ്? ഉപ്പാരിലൂടെയാണ്. അപ്പം ഒരു മയ്യത്ത്, ആ മയ്യത്തിന് ജദ്ദുണ്ട്, അഖുൻ ഷഖീഖ് ഉണ്ട്, ഉപ്പയും ഉമ്മയും മൊത്ത സഹോദരനുണ്ട്. അപ്പം മയ്യത്ത് അദ്ദേഹത്തിൻ്റെ ഉപ്പാരുപ്പ. ആ ഉപ്പാരുപ്പാക്ക് മയ്യത്തുമായിട്ടുള്ള ബന്ധം ഈ ഉപ്പയിലൂടെയാണ്. അതായത് മയ്യത്ത്, ഉപ്പ,
ഉപ്പാര മകനാണ് ആര്? മയ്യത്തിൻ്റെ സഹോദരൻ അഖുൻ ഷഖീഖ്. അപ്പോൾ ഈ അഖുൻ ഷഖീഖിന് മയ്യത്തുമായിട്ടുള്ള ബന്ധം ഉപ്പയിലൂടെയാണ്. അപ്പം ജദ്ദിനും മയ്യത്തുമായിട്ടുള്ള ബന്ധം ഉപ്പയിലൂടെയാണ്. ഈ അഖുൻ ഷഖീഖിനും മയ്യത്തുമായിട്ടുള്ള ബന്ധം ഉപ്പയിലൂടെയാണ്. അപ്പം മയ്യത്തിന് ഈ രണ്ടാൾക്കാരെന്താണ്? തുല്യാണ്. അഖിനും ബന്ധം ഉപ്പയിലൂടെ, ജദ്ദിനും ബന്ധം ഉപ്പയിലൂടെ. അപ്പോൾ രണ്ടാൾക്കാരും ബന്ധം സ്ഥാപിക്കുന്നത് ഈ ഉപ്പയിലൂടെയാണ്. അപ്പോൾ ആ ഉപ്പ ഇല്ലെങ്കിൽ ഉപ്പാരുടെ സ്ഥാനത്ത് ആര് വരും? ജദ് വരും. ഉപ്പ ഉണ്ടെങ്കിൽ ഈ ഹവാഷിക്ക് ആർക്കും ലഭിക്കില്ല, അത് ആർക്കും ഇഖ്തിലാഫില്ല. ഉപ്പ ഉണ്ടെങ്കിൽ ഹവാഷിക്ക് ആർക്കും ലഭിക്കില്ല. കാരണം ഖായിദ എന്താണ്? അത് ദുക്കൂറു മിനൽ ഉസൂലി യഹ്ജുബുൽ ഹവാഷി ജമീഅൻ. ഉസൂൽപ്പെട്ട ദുക്കൂറ് എല്ലാ ഹവാഷിനും ഹജ്ബ് ചെയ്യും. അപ്പോൾ ഈ ഉപ്പ ഉണ്ടെങ്കിൽ ഈ മക്കൾക്ക് ആർക്കും, ഹവാഷിക്ക് ആർക്കും ലഭിക്കൂല, സഹോദരന്മാർക്ക് ലഭിക്കൂല. ഇനി ഉപ്പ ഇല്ലെങ്കിൽ ഉപ്പാരുടെ സ്ഥാനത്ത് ആര് വരും? ജദ് വരും. ജദ് ഉസൂലിൽപ്പെട്ട ആൾക്കാരാണ്, അതുപോലെ തന്നെ ദക്കറാണ്. അപ്പോൾ ഈ ഖായിദിൻ്റെ അടിസ്ഥാനത്തിൽ എന്തില്ല? ഈ ഹവാഷി ഹജ്ബ് ചെയ്യും. പക്ഷെ അതിൽ ഇഖ്തിലാഫാകാൻ കാരണം ആ ഉപ്പാരുടെ സ്ഥാനത്ത് വന്ന ജദ് ഹവാഷീനെ ഹജ്ബ് ചെയ്യൂല. അവർ കാരണം പറഞ്ഞത് ആ ജദ്ദിനും ഈ ഹവാഷിപ്പെട്ട അഖിനും മയ്യത്തുമായിട്ടുള്ള ബന്ധം തുല്യമാണ്. അതുകൊണ്ടെന്നില്ല മറ്റൊരാൾക്ക് മേൽക്കോയ്മ നൽകാൻ കഴിയില്ല. ഇഖ്തിലാഫിലാകാൻ വ്യത്യാസം കാരണം മനസ്സിലായില്ലേ? നമ്മുടെ മുൻകാല പൂർവ്വ സഹാബാക്കൾ മുതൽ ഇഖ്തിലാഫിലുണ്ട്. സഹാബാക്കളും നമ്മുടെ ഇമാമിങ്ങളും അവർ ഇഖ്തിലാഫിലാകാൻ കാരണം ഈ ഒരു ബന്ധമാണ്. അഥവാ മയ്യത്തിൻ്റെ ജദ് ഉപ്പാരുപ്പ, ആ ഉപ്പാരുപ്പാക്ക് മയ്യത്തുമായിട്ടുള്ള ബന്ധവും മയ്യത്തിൻ്റെ അഖുൻ ഷഖീഖ്, ആ അഖുൻ ഷഖീഖിന് മയ്യത്തുമായിട്ടുള്ള ബന്ധവും തുല്യാണ്. നടുക്കാരുള്ളത് രണ്ടാൾക്കാരുടെ ഇടയിലും പിതാവാണുള്ളത്. അപ്പോൾ ആ മയ്യത്തിനെ പരിഗണിക്കുമ്പോൾ ഈ രണ്ട് വിഭാഗം ആൾക്കാരും മയ്യത്തിന് തുല്യ ആൾക്കാരാണ്. അപ്പോൾ എന്ത് ചെയ്യണം? ഈ രണ്ടാൾക്കാരെയും ഒരേപോലെ കാണണം സ്വത്ത് ഓഹരി വെക്കുന്നതിൽ എന്നാണ് ആ ഒരു വിഭാഗം പണ്ഡിതന്മാരുടെ അഭിപ്രായം. അങ്ങനെയാണ് ഇതിലെന്ത് ചെയ്തത്? ഇഖ്തിലാഫായത്. ആ ഇഖ്തിലാഫ് തീരാത്ത ഇഖ്തിലാഫാണ്. പക്ഷെ അത് പ്രത്യേകം ഒരു ബാബായിട്ട് തന്നെ പറയുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. അതിൻ്റെ കീഴിൽ മൂന്നാമത്തെ ഖായിദയാണ് അൽ ഉൻസ മിനൽ ഉസൂലി ലാ തഹ്ജുബു അഹദം മിനൽ ഹവാഷി. അൽ ഉൻസ മിനൽ ഉസൂലി, ഉസൂലിൽപ്പെട്ട പെണ്ണുങ്ങൾ ലാ തഹ്ജുബു അഹദം മിനൽ ഹവാഷി, ഒരാളെ എന്ത് ചെയ്യില്ല, ഹവാഷിപ്പെട്ട ഒരാളെയും ഹജ്ബ് ചെയ്യൂല. ഈ മൂന്ന് ഖായിദകളാണ് ഹജ്ബിൻ്റെ വിഷയത്തിൽ എന്തുള്ളത് നാം പഠിക്കേണ്ടത്. ഇൻഷാ അല്ലാഹ് ഒന്നുണ്ട്, നമ്മുടെ സഹോദരന്മാർ ഹവാഷികൾ പരസ്പരം ചെയ്യുന്ന ഒന്നുണ്ട്. ഇൻഷാ നമുക്ക് എന്ത് ചെയ്യുക, അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കുക. അപ്പോൾ ഈ ഫുറൂവുമായി ബന്ധപ്പെട്ടതും ഉസൂലുമായി ബന്ധപ്പെട്ട ഖായിദകൾ എന്ത് ചെയ്യുക, പഠിക്കുക, വ്യക്തമായിട്ട് മനസ്സിലാക്കുക. എന്നാലും എന്ത് നമുക്ക് കണക്ക് എളുപ്പമാവും ഇൻഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ദീൻ പഠിക്കാനും മനസ്സിലാക്കാനും അത് ഉൾക്കൊള്ളാനും അത് പ്രാവർത്തികമാക്കാനും എല്ലാവർക്കും നല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വ ആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. أول ما نستفتح المقال بذكر حمد ربنا تعالى فالحمد لله على ما أنعم حمدا به يجلو عن القلب العمى ثم الصلاة بعد والسلام على نبي دينه الإسلام